അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 ജാസ്മിൻ ജബ്രി കോമ്പിനേഷൻ സെപ്പറേറ്റ് ആയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചൊരു കാര്യമാണ് അതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ്, അല്ലെങ്കിൽ അതിനകത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗെയിമർ പുറത്തേക്ക് പോകണമെന്ന്. കാരണം കുറേയധികം നാളായിട്ട് എവിക്ഷനൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്ന കണ്ടസ്റ്റൻസ് പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻ ഒന്നും കൊടുക്കാത്ത കണ്ടസ്റ്റൻസ് ആണ്. ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻറ്റ് പുറത്തേക്ക് പോയാലേ ഉള്ളൂ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ആ ഒരു എൻവയോൺമെൻറ്റിൽ ഒരു ചേഞ്ച് വരത്തുള്ളൂ, അല്ലെങ്കിൽ ഗെയിമിൻ്റെ ട്രാക്ക് ഒന്ന് മാറത്തുള്ളൂ. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം എപ്പോഴും നമുക്ക് ഒരുപോലത്തെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ മടുക്കുമല്ലേ. സോ ആ ഒരു ചേഞ്ച് കാണാൻ വേണ്ടി വളരെയധികം കാത്തിരുന്ന ഒരാളാണ് ഞാൻ. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഗബ്രിയുടെ എവിക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ് ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയും. പക്ഷേ ഒരുപാട് ഓഡിയൻസ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഗബ്രി ആയിരുന്നില്ല ഇപ്പോൾ എവിക്റ്റായി പോകേണ്ടിയിരുന്നത്. അവിടെ ഇനാക്റ്റീവായിട്ട് നിൽക്കുന്ന ഗെയിം കളിക്കാത്ത കുറേയധികം കണ്ടസ്റ്റൻസ് ഉണ്ട്, അവരൊന്നും പോകാതെ ഗബ്രി പുറത്തേക്ക് പോയത് ശരിക്കും പറഞ്ഞാൽ അതൊരു ചതിയാണ് എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ. കാരണം ഓരോ ആൾക്കാരെയും ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വിടുമ്പം ലാലേട്ടൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ അതിനകത്ത് ചെല്ലുക, ഗെയിം കളിക്കുക, പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുക, വോട്ട് നേടുക. അപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച് വോട്ട് നേടുക എന്നുള്ളത് ഈ ബിഗ് ബോസ് ഗെയിമിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതിനകത്ത് ഗെയിം എത്ര എക്സലൻ്റ് ആയിട്ട് കളിച്ചാലും ആൾക്കാരുടെ മനസ്സിൽ ഇടം നേടി അവരുടെ വോട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റില്ല. സോ ഇപ്പോൾ ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഗെയിമറായിരുന്നു. എല്ലാ ഗെയിംസും ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും മെൻ്റൽ ടാസ്കുകളാണെങ്കിലും വളരെ നന്നായിട്ട് കളിക്കുന്ന ഒരു ഗെയിമറായിരുന്നു ഗബ്രി. ഈ ജാസ്മിനുമായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ. പക്ഷേ എന്ത് സംഭവിച്ചു, ഈ ജാസ്മിനുമായിട്ടുള്ള കോമ്പിനേഷൻ കാരണം വളരെയധികം നെഗറ്റീവ് പുറത്തേക്ക് പോയി. അതിനകത്തുള്ള വിഷ്വൽ അത് എഡിറ്റ് ചെയ്ത രീതിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ശരിക്കും ചെയ്തതായിരിക്കാം, എന്താണെങ്കിലും വളരെയധികം നെഗറ്റീവ്സ് പുറത്തേക്ക് പോവുകയും അത് ഓഡിയൻസ് അവർക്ക് കൊടുക്കുന്ന വോട്ടിനെ വളരെയധികം ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഓഡിയൻസിൻ്റെ വോട്ട് വളരെയധികം കുറഞ്ഞതാണ് ഗബ്രി പുറത്തേക്ക് എവിക്റ്റായി പോകാനുള്ള കാരണം. അപ്പോൾ ഇതുവരെ ഗബ്രി പിടിച്ചു നിന്നത് പവർ റൂമിൽ ഇരുന്നത് കൊണ്ട് മാത്രമാണ്. ഇത്രയും നാളും പവർ റൂമിൽ ഇരുന്നത് കൊണ്ട് മാത്രമാണ് എവിക്ഷനിലേക്ക് ഗബ്രി വരാതെ ഇരുന്നത്. ഇതിനു മുമ്പ് ജാൻമണി എവിക്റ്റ് ആയി പോയപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിയ കാര്യമാണ് ഇനി ജിൻഡോയുടെ ഗെയിം എങ്ങനെ മാറും, അല്ലെങ്കിൽ ജിൻഡോ ജാൻമണി പോയി കഴിഞ്ഞ് ഇനി ആരുമായിട്ടായിരിക്കും ഒരു ബോണ്ട് ഉണ്ടാകുക എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്ന ഒരു കാര്യമാണ്. സോ അതുപോലെ തന്നെ നമ്മളിപ്പം വളരെയധികം കാത്തിരുന്ന് നോക്കുന്ന ഒരു കാര്യം, ഇനി ഗബ്രി പുറത്തേക്കുമ്പോൾ ജാസ്മിൻ്റെ ഗെയിം എങ്ങനെയായിരിക്കും, ഇനി ജാസ്മിൻ വേറെ ആരുടെ അടുത്തായിരിക്കും കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് റസ്മിനാകാനാണ് ചാൻസ്. കാരണം ഗബ്രി ഉള്ളപ്പോൾ തന്നെ അവർ കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് റസ്മിനുമായിട്ടാണ്. പിന്നെ ഒരു ചാൻസ് ഉള്ളത് ശ്രീതുവായിട്ടാണ്. പക്ഷേ ഇതൊക്കെ ജസ്റ്റ് പ്രഡിക്ഷൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇന്നലത്തെ ഇപ്പോൾ ഒരു ഗെയിമൊക്കെ കാണുവാണെങ്കിൽ ജാസ്മിൻ ഇടയ്ക്ക് ഗബ്രി പോയതോർത്ത് വിഷമിച്ചിരിക്കുന്ന കണ്ടെങ്കിലും ഗെയിമിൻ്റെ ഭാഗമാകുമ്പോഴത്തേക്കിനും ആ ഗെയിം നന്നായിട്ട് കളിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഒരു നല്ല ക്വാളിറ്റിയാണ് ജാസ്മിനിൽ ഞാൻ കാണുന്നൊരു നല്ല ക്വാളിറ്റിയാണ്. കാരണം ഒരു കാര്യം ചെയ്യുമ്പം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് ഫുൾ എഫേർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു ക്വാളിറ്റി അല്ല അത്. ഇനി ഗബ്രിയെ പറ്റി പറയുവാണെങ്കിൽ ഇത്രയധികം നാളും ജാസ്മിനുമായിട്ടുള്ള കോമ്പിനേഷൻ കാരണം വാഴ, മണ്ടൻ, പൊട്ടൻ എന്നൊക്കെയുള്ള എന്തൊക്കെ പേരുകളാണ് ആൾക്കാർ ഈ ഗബ്രീനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ജാസ്മിൻ്റെ സാരിത്തുമ്പ പിടിച്ചാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ഹെയ്റ്റ് കിട്ടിയ ഒരാളാണ് ഗബ്രി. പക്ഷേ ആ ലാസ്റ്റ് ആ എവിക്ഷൻ്റെ ആ ഒരു ടൈമിലും അത് എവിക്റ്റഡ് ആയി എന്നറിയുമ്പോഴും അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് ലാലേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോഴും ഒക്കെ ഭയങ്കര മച്ചുവേർഡ് ആയിട്ടാണ് ഗബ്രി പെരുമാറിയത്. കാരണം ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ട ഇതിനു മുമ്പ് എവിക്റ്റായി പോയ ആൾക്കാരൊക്കെ കരഞ്ഞ് ഇപ്പം നമ്മുടെ ജാൻമണിയൊക്കെ നോക്കിയാൽ ഭയങ്കരമായിട്ട് സീനുണ്ടാക്കി ഇറങ്ങിപ്പോയത്. പക്ഷേ ജാസ്മിൻ അവിടെ കുറച്ച് ഡൗൺ ആയെങ്കിലും ഗബ്രി വളരെ പക്വമായിട്ടാണ് ഭയങ്കര മച്ചുവറായിട്ട് വളരെ ഡീസൻ്റ് ആയിട്ടാണ് ആ കാര്യങ്ങൾ ഡീൽ ചെയ്തത്. സോ ഇതൊരു നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. അത് കണ്ടാൽ പഠിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ക്വാളിറ്റി അല്ല അത്. എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഗബ്രിയോട് വളരെയധികം ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല പുറത്തിറങ്ങിക്കഴിഞ്ഞ് 1-2 ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ടും എയർപോർട്ടിൽ വെച്ചിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പുള്ളി കറക്റ്റായിട്ടും പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നതേ ഉള്ളൂ, അകത്ത് നടന്ന കാര്യങ്ങളെ പറ്റിയൊന്നും ഒരു ഐഡിയയും ഇല്ല, അതുപോലെ തന്നെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഒന്നിനും പ്രതികരിക്കുന്നില്ല എന്ന്. പക്ഷേ അതിന് മുമ്പ് പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാരൊക്കെ അതിനകത്തുള്ള ആൾക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഫേക്ക് ഗെയിമാണ്, ഇപ്പം ജാസ്മിനും ഗബ്രിയുടെയും പ്രശ്നമാണെങ്കിൽ അവർ ഗെയിം കളിക്കുന്നതാണ്, അവരുടെ ഫേക്ക് ആയിട്ടുള്ള റിലേഷനാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഗബ്രി അങ്ങനത്തെ ഒരു പോയിൻറ്റ്സും ഒരു കമൻസും അവിടെ പറഞ്ഞിട്ടില്ല.
കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയില്ല എനിക്ക്, അതുകൊണ്ട് ഞാൻ അതേപ്പറ്റി സംസാരിക്കില്ല എന്നാണ് കറക്റ്റായിട്ട് പറഞ്ഞത്. റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം ബാക്കിയുള്ള 2 ഇൻ്റർവ്യൂവിലാണെങ്കിലും ഈ ജാസ്മിൻ ഗബ്രി ആയിട്ടുള്ള കോമ്പിനേഷൻ ഒരു നെഗറ്റീവായിട്ടാണ് പുറത്തേക്ക് പോയെന്നുള്ള കാര്യം അവർക്ക് വീടിനുള്ളിൽ നിൽക്കുമ്പോഴും അറിയാം. ഇതുപോലെ തന്നെ ഗബ്രി പുറത്തേക്ക് വന്നപ്പോഴും ഗബ്രിക്ക് വളരെ കറക്റ്റായിട്ട് മനസ്സിലായി. പക്ഷെ അങ്ങനെ കുത്തിയുള്ള ഇപ്പം ജാസ്മിൻ്റെ ഹൈജീനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ എല്ലാ ഇൻ്റർവ്യൂവിലും ഗബ്രിയോട് 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതിനെപ്പറ്റിയൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഗബ്രി പറയുന്നത്. ഒരിക്കലും ജാസ്മിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ പുറത്ത് ജാസ്മിന് ഭയങ്കര ഹെയ്റ്റ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് ജാസ്മിൻ സപ്പോർട്ട് ചെയ്താൽ പുള്ളിക്കും ഹെയ്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഗബ്രിക്ക് എന്താണല്ലോ ഉണ്ട്. പക്ഷേ എന്നിട്ട് പോലും അതിനകത്ത് നിൽക്കുന്ന ജാസ്മിൻ ഉൾപ്പെടെയുള്ള ബാക്കി ഒരു കണ്ടസ്റ്റൻസിനെയും കുറ്റം പറയാതെ അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിരുന്നു, ഞാൻ ആ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ ഗെയിം എല്ലാം അവിടെ ഉപേക്ഷിച്ച് അതിലെ സൗഹൃദങ്ങൾ മാത്രമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയെന്നാണ് ഗബ്രി പറഞ്ഞിരിക്കുന്നത്. സോ ഇത്രയും നാൾ നമ്മൾ വാഴ എന്നൊക്കെ വിളിച്ചെങ്കിലും പുള്ളി വാഴ ഇനി റിയലി വാഴയാണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു എവിക്ഷൻ മുതൽ ഇതുവരെ കണ്ട ആ ഒരു പുള്ളിയുടെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ. അതുപോലെ അത് നമുക്ക് വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ബിഗ് ബോസ് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഫുൾ നെഗറ്റീവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ഷോ നമുക്ക് വേണ്ടാന്നൊക്കെ. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് പോലെയുള്ളൊരു ഷോ വരേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ മജോറിറ്റി ആൾക്കാർക്ക് ഓരോ കാര്യങ്ങളോടുള്ള അപ്രോച്ച് ശരിക്കുമുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ കിടപ്പ് അതെന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ വീഡിയോസിൻ്റെയൊക്കെ കമൻറ്റ് സെക്ഷനിലേക്ക് ഒന്ന് പോയാൽ മതി. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ബിഗ് ബോസ് പോലുള്ളൊരു ഗെയിം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അത് ചില ആൾക്കാരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നുണ്ട്, അവരെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിൽ ആക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ പറയും ബിഗ് ബോസ് പോലുള്ളൊരു ഷോ ഇനിയും മലയാളത്തിൽ ഉണ്ടാകണം. പക്ഷേ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, അവരെ യൂസ് ചെയ്യുന്നത് നമ്മൾ മാക്സിമം കുറയ്ക്കണം. അപ്പോൾ ഗബ്രിയുടെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഇൻ്റർവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് പറയുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.